ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കനേഡിയൻ ഫിൽ ലൈഫ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടുകളാണ് കാനഡയിലുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ടാക്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ടാക്സ് വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ചാനൽ ഗ്രോ ചെയ്യുവാനും അതുപോലെ തന്നെ ഒരുപാട് പേരിലേക്ക് ഇൻഫർമേഷൻ എത്താനും വളരെയധികം സഹായിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കാനഡയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നത് 2 ഓൺലൈൻ ബ്രോക്കേഴ്സ് അക്കൗണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് വൺ കോസ്റ്റ് ട്രേഡ്, സെക്കൻഡ് വൺ വെൽസിമ്പിൾ ട്രേഡ്. ഈ 2 ബ്രോക്കറേജ് അക്കൗണ്ടിനും മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് സൈറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ റെഫറൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കയറുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റെഫറൽ ബോണസ് കിട്ടും, എനിക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അക്കൗണ്ടുകളെ പറ്റി നോക്കാം. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് നമുക്ക് കാനഡയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് വൺ ക്യാഷ് ഓർ മാർജിൻ അക്കൗണ്ട്, സെക്കൻഡ് വൺ TFSA ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ട്, തേർഡ് വൺ RRSP രജിസ്റ്റേർഡ് റിട്ടയർമെൻറ്റ് സേവിങ്സ് പ്ലാൻ. അപ്പോൾ ഈ അക്കൗണ്ടുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ എന്താണ് ക്യാഷ് അക്കൗണ്ട്? ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് നമ്മൾ സ്റ്റോക്സ് മേടിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടാക്സബിൾ അക്കൗണ്ടാണ്. ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ നമ്മളൊരു $1000 സ്റ്റോക്ക് മേടിച്ചു. ഈ $1000 സ്റ്റോക്ക് നമ്മൾ $2000 ആയപ്പോൾ വിറ്റു. അപ്പോൾ നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ, നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവിടെ $1000 ആണ്. ഈ $1000, അതായത് ഈ കിട്ടിയ ക്യാപിറ്റൽ ഗെയിനിൻ്റെ 50% ടാക്സബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കേസിൽ $1000 50% $500. ഈ $500 നമ്മുടെ ആനുവൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. കൂടാതെ ഡിവിഡൻഡ് ഇൻകമും ടാക്സബിൾ ആണ്. അപ്പോൾ ഡിവിഡൻഡായിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമ്മുടെ ആനുവൽ ഇൻകത്തിലേക്ക് ആഡും. അപ്പോൾ അന്നത്തെ ആ ടൈമിലെ ടാക്സ് ബ്രാക്കറ്റ് നമുക്ക് എത്രയാണോ ആ ടാക്സ് ബ്രാക്കറ്റിനനുസരിച്ചുള്ള ടാക്സ് നമുക്ക് വരും. ക്യാഷ് അക്കൗണ്ടിൽ നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ടാക്സബിൾ ആണ്. ഇവിടെയാണ് നമ്മൾക്ക് രജിസ്റ്റേർഡ് അക്കൗണ്ടുകൾ അഡ്വാൻറ്റേജ് വരുന്നത്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നോൺ രജിസ്റ്റേർഡ് അക്കൗണ്ട് ആയിരുന്നു. പക്ഷേ TFSAയും അതുപോലെ തന്നെ RRSPയും രണ്ടും രജിസ്റ്റേർഡ് അക്കൗണ്ടുകളാണ്. TFSAയ്ക്കും അതുപോലെ തന്നെ RRSPയ്ക്കും ടാക്സ് അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ നമുക്ക് TFSA എന്താണെന്ന് നോക്കാം. ആക്ച്വലി TFSA എന്ന് പറയുമ്പോൾ ഒരു ടാക്സ് ഷെൽട്ടേഡ് അക്കൗണ്ട് ആണ്. പക്ഷേ TFSA അക്കൗണ്ട് ഓപ്പൺ ആക്കാനായിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു വാലിഡ് സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ വേണം, അതായത് SIN നമ്പർ വേണം. അതുപോലെ തന്നെ നമ്മൾ ഏത് പ്രൊവിൻസിലാണോ ആ പ്രൊവിൻസിൻ്റെ മെജോറിറ്റി ഏജ് നമ്മൾ റീച്ച് ചെയ്തിരിക്കണം. സോ ഞാൻ നിൽക്കുന്ന പ്രൊവിൻസ് ഒണ്ടാരിയോയിൽ 18 വയസ്സാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും +2 കഴിഞ്ഞിട്ട് വന്നവരും അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഏജ് ഓഫ് മെജോറിറ്റി റീച്ച് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിന് ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല. TFSA അക്കൗണ്ടിൽ ഏതൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുക, ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പോപ്പുലറായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും നമുക്ക് ഈ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. TFSAയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ വിഡ്രോവൽസ്, അതായത് നമുക്ക് കിട്ടിയ ഈ ഗ്രോത്ത് ഒന്നും ടാക്സബിൾ അല്ല. ഡിവിഡൻഡ് ആയാലും ക്യാപിറ്റൽ ഗെയിൻ ആയാലും ഇത് രണ്ടും ടാക്സബിൾ അല്ല TFSA. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $1000 നമ്മൾ നിക്ഷേപിച്ചു. ഈ $1000 $10,000 ആയി. ഈ $10,000 നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ $10,000 നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. ഓരോ വർഷവും ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു TFSA എമൗണ്ടിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ കൂടുതൽ നമ്മൾ നിക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ ഇതിന് മുന്നത്തെ കൊല്ലം അനുവദിച്ചിരിക്കുന്ന ലിമിറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓരോ കൊല്ലത്തേക്കും ക്യാരി ഓവർ ചെയ്ത് വിടാവുന്നതാണ്. ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ RRSPയും അതുപോലെ TFSAയുടെയും കോൺട്രിബ്യൂഷൻ റൂം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ CRA അതായത് കനേഡിയൻ റവന്യൂ ഏജൻസിയുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ ബോട്ടം പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ RRSPയുടെയും അതുപോലെ തന്നെ നമ്മുടെ TFSAയുടെയും കോൺട്രിബ്യൂഷൻ റൂം എത്രയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് എൻ്റെ CRA പേജിലുള്ള TFSAയുടെയും RRSPയുടെയും കോൺട്രിബ്യൂഷൻ റൂമാണ്. സോ എനിക്ക് TFSAയിൽ അവൈലബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ റൂം എന്ന് പറയുന്നത് $23,000 ആണ്. എങ്ങനെയാണ് ഈ കോൺട്രിബ്യൂഷൻ റൂം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ TFSAയിലേക്ക് എത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സോ ഇത് ആക്ച്വലി തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ആണ്. ഓരോ ഇയറും ഒരാൾക്ക് എത്ര മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ 2020 അത് $6,000 ആയിരുന്നു. 2021 അത് $6,000 ആണ് നിശ്ചയിച്ചിട്ടുള്ളത്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്നാണ് 18 വയസ്സായത് അന്ന് തൊട്ട് നിങ്ങൾക്ക് ഒരു കോൺട്രിബ്യൂഷൻ റൂം അലോക്കേറ്റ് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് 2009 18 വയസ്സോ അതിന് മുകളിലായത് എങ്കിൽ, കാരണം TFSA തുടങ്ങിയത് 2009 സോ 2009 നിങ്ങൾക്ക് 18 വയസ്സോ അതിന് മുകളിലായിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഇയർ തൊട്ടുള്ള കോൺട്രിബ്യൂഷൻ റൂം കിട്ടിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ ഇതുവരെ കോൺട്രിബ്യൂഷൻ റൂം ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 2009 മുതൽ 2021 വരെയുള്ള കോൺട്രിബ്യൂഷൻ റൂം എന്ന് പറയുന്നത് $75,500 ആണ്. അതായത് നിങ്ങൾക്ക് $75,500 നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുപോയി TFSAയിൽ ഇടണമെങ്കിൽ ഇടാം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നിങ്ങൾ എന്നാണോ കാനഡയിൽ വന്നത് ആ ഇയർ കൂടിയും കാൽക്കുലേറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് 18 വയസ്സായത് 2009 പക്ഷേ നിങ്ങൾ കാനഡയിൽ വന്നത് 2017 സോ 2017 തൊട്ടായിരിക്കും അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക. എൻ്റെ കേസിൽ ഞാൻ 2017 കാനഡയിൽ വന്നത്. അപ്പോൾ 2017 തൊട്ട് 2020 വരെയുള്ള എൻ്റെ കോൺട്രിബ്യൂഷൻ റൂം എന്ന് പറയുന്നത് $23,000 ആണ്. അതാണ് ഞാൻ നേരത്തെ എൻ്റെ CRAയുടെ അക്കൗണ്ടിൽ കാണിച്ചത്. സോ 2021 ഒരു $6,000 കൂടി കിട്ടും. അപ്പോൾ 23 + 6 സോ ടോട്ടൽ $29,000 എനിക്കുണ്ടാവും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, TFSAയിൽ ഓവർ കോൺട്രിബ്യൂഷൻ പാടില്ല.
അങ്ങനെ ചെയ്താൽ അതിനൊരു പെനാൽറ്റി ഉണ്ട്. ഓരോ മാസവും 1% അതിൻ്റെ പെനാൽറ്റി. ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ $2,000 നമ്മൾ എക്സ്ട്രാ നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനേലും എക്സ്ട്രാ $2,000 നമ്മൾ TFSAയിൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതിന് $20 മന്ത്ലി ടാക്സ് കൊടുക്കേണ്ടി വരും. സോ പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഓവർ കോൺട്രിബ്യൂഷൻ ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, സപ്പോസ് നമ്മൾ $1,000 ഇൻവെസ്റ്റ് ചെയ്തു, ഈ $1,000 $1,00,000 ആയി, ഈ $1,00,000 നമ്മൾ TFSAയിൽ നിന്നും വിഡ്രോ ചെയ്തതെന്ന് വിചാരിക്കുക. സോ നമ്മുടെ കോൺട്രിബ്യൂഷൻ റൂം ടോട്ടലായിട്ട് പോയോ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ വർക്കിംഗ്. ഈ 1,00,000 കോൺട്രിബ്യൂഷൻ റൂം അടുത്ത കൊല്ലം ജനുവരി 1 നമുക്ക് തിരിച്ച് കിട്ടും. സെയിം ഇയർ തന്നെ തിരിച്ച് കിട്ടില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത കൊല്ലത്തേക്ക്. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ TFSA വഴി ഹൈ റിസ്ക് ആയിട്ടുള്ള സ്റ്റോക്കൊന്നും മേടിക്കാണ്ടിരിക്കുക. കാരണം നേരത്തെ പറഞ്ഞു നമ്മൾക്ക് $1,000 1,00,000 ആയി കഴിഞ്ഞാൽ 1,00,000 കോൺട്രിബ്യൂഷൻ റൂം അടുത്ത കൊല്ലം തിരിച്ച് കിട്ടും വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ. ഈ സെയിം തന്നെ റിവേഴ്സിലും ആപ്ലിക്കബിൾ ആണ്. അതായത് $1,000 സ്റ്റോക്ക് മേ ബി $100 ആയി, അപ്പോൾ നമ്മൾ $100 ആയ സമയത്ത് അത് വിഡ്രോ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ $900 ഒരു കോൺട്രിബ്യൂഷൻ റൂം നമുക്ക് നഷ്ടപ്പെടുകയാണ്. പേഴ്സണലി ഹൈ റിസ്ക് ആയിട്ടുള്ള സ്റ്റോക്സ് ഒന്നും ഞാൻ TFSAയിൽ മേടിക്കാറില്ല. സോ ഞാൻ അതിന് ക്യാഷ് അക്കൗണ്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എന്താണ് RRSP അക്കൗണ്ട്? രജിസ്റ്റേർഡ് റിട്ടയർമെൻറ്റ് സേവിങ്സ് പ്ലാൻ, ഇതാണ് എൻ്റെ ഫുൾ ഫോം. ഇതെന്ന് പറഞ്ഞൊരു റിട്ടയർമെൻറ്റ് അക്കൗണ്ടാണ്. ആക്ച്വലി ഗവൺമെൻറ് തന്നെ നമ്മൾ കാനഡയിലുള്ളവർക്ക് അവരുടെ റിട്ടയർമെൻറ്റിന് വേണ്ടി പൈസ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ഈ അക്കൗണ്ടിനെ കാണുന്നത്. ഈ RRSP അക്കൗണ്ടിന് കുറച്ച് സ്പെഷ്യൽ ടാക്സ് അഡ്വാൻറ്റേജസ് ഉണ്ട്. പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് RRSPയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. RRSPയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ടാക്സ് പേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് നമ്മൾ 2 ജോലിയോ അല്ലെങ്കിൽ 3 ജോലിയോ അല്ലെങ്കിൽ ഓവർ ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ പേച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ ഒരുപാട് ടാക്സ് പേ ചെയ്യുന്നുണ്ടാവും, ഫെഡറൽ ടാക്സ് ആയിട്ടും പ്രൊവിൻഷ്യൽ ടാക്സ് ആയിട്ടും. അപ്പോൾ ഈ ടാക്സിൻ്റെ ഒക്കെ കുറച്ച് റീഫണ്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ RRSP വഴിയുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ $60,000 ആനുവൽ ഇൻകമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ RRSP അക്കൗണ്ടിലോട്ട് ഒരു $5,000 ഡെപ്പോസിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത കൊല്ലത്തെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആളുടെ $60,000 ആനുവൽ ഇൻകത്തിൽ നിന്നും നമ്മൾ RRSPയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത $5,000 കുറയ്ക്കും. അപ്പോൾ ടോട്ടലായിട്ട് ആളുടെ ആനുവൽ ഇൻകമായിട്ട് കാണുന്നത് $55,000 ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ഈ $5,000 അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാക്സ് റിട്ടേൺ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ റിയൽ ടൈം എക്സാമ്പിൾ ഞാനൊരു ഒരു RRSP ടാക്സ് റിട്ടേൺ കാൽക്കുലേറ്റർ വെച്ച് കാണിക്കാം. അപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രൊവിൻസ് ഒണ്ടാരിയോ പ്രൊവിൻസാണ്. അപ്പോൾ സപ്പോസ് എൻ്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 50,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 50,000-ന് ഞാൻ ആക്ച്വലി ടാക്സ് ആയിട്ട് ഓവ് ചെയ്യുന്നത്, അതായത് ഫെഡറൽ ടാക്സും നമ്മുടെ പ്രൊവിൻഷ്യൽ ടാക്സും ടോട്ടൽ എമൗണ്ട് ആയിട്ട് എനിക്ക് വരുന്നത് $7,320 ആയിരിക്കും. അപ്പോൾ ഞാൻ RRSPയിലോട്ട് ഞാൻ സപ്പോസ് ഒരു $5,000 കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ടാക്സ് റീഫണ്ട് എന്ന് പറയുന്നത് $1,430 ആണ്. അപ്പോൾ ഇതൊരു എസ്റ്റിമേറ്റാണ്, ഇതൊരു കറക്റ്റ് ഫിഗർ അല്ല, എങ്കിലും ഏകദേശം ഇത്രയും എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ സപ്പോസ് നിങ്ങൾ $5,000 പകരം നിങ്ങളൊരു 4,000 ആണ് ഇടുന്നതെങ്കിൽ $1,189. ഇങ്ങനെ ഇത് മാറി മാറി വരും. സപ്പോസ് ഒരു കൂടുതൽ ഹയർ എമൗണ്ടഡ് ആണെങ്കിൽ സപ്പോസ് ഒരു $9,041 ഇട്ട് കഴിഞ്ഞാൽ $2,245 ടാക്സ് റീഫണ്ടായിട്ട് അടുത്ത കൊല്ലം കിട്ടും. ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത്, ഞാൻ ഈ പൈസ എനിക്ക് കിട്ടിയ റീഫണ്ട് ഞാൻ ഏതൊരു RRSPയിലോട്ടോ അല്ലെങ്കിൽ TFSAയിലോട്ടോ ഇടും. അതുകൊണ്ട് ഈ പൈസ വെച്ച് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് സ്റ്റോക്സോ അല്ലെങ്കിൽ ETF-ഓ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സോ ഇതുപോലത്തെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ മേടിക്കും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എല്ലാ കൊല്ലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല, ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊരു പേഴ്സണൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു റിസർച്ച് നടത്തിയിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോൺട്രിബ്യൂഷൻ ലിമിറ്റാണ്. TFSA പോലെ RRSPക്ക് ഒരു കോൺട്രിബ്യൂഷൻ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ഏണിങ്സിൻ്റെ 18%, കഴിഞ്ഞ കൊല്ലത്തെ നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിൻ്റെ 18% ആയിരിക്കും നമുക്ക് ഈ കൊല്ലം കിട്ടുന്ന കോൺട്രിബ്യൂഷൻ റൂം. അതിന് തന്നെ ഒരു മാക്സിമം കോൺട്രിബ്യൂഷൻ എമൗണ്ട് ഗവൺമെൻറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കൊല്ലം അത് മാറി മാറി വരും. ഇപ്പോൾ 2021 ആ എമൗണ്ട് എന്ന് പറയുന്നത് $27,830 ആണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, RRSPയിൽ വിഡ്രോ ചെയ്യണമെന്നുള്ള ലിമിറ്റേഷൻസ്. RRSPയിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു റിട്ടയർമെൻറ്റ് അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ പൈസ പിൻവലിക്കുമ്പോൾ, അതായത് റിട്ടയർമെൻറ്റിന് മുന്നേ പൈസ പിൻവലിക്കുമ്പോൾ നമ്മളൊരു വലിയ എമൗണ്ട് ഒരു ടാക്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ് ടു 5,000 ആണെങ്കിൽ അത് 10%, അപ് ടു 15 ആണെങ്കിൽ അത് 20%, മോർ ദാൻ 15% ആണെങ്കിൽ അത് 30% ആണ് വിത്ത് ഹോൾഡിംഗ് ടാക്സ്. വിത്ത് ഹോൾഡിംഗ് ടാക്സ് ഇല്ലാതെ നമുക്ക് എങ്ങനെ RRSPയിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാം? അതിന് ആക്ച്വലി 2 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഹോം ബയേഴ്സ് പ്ലാനും സെക്കൻഡ് വൺ ലൈഫ് ലോങ് ലേണിംഗ് പ്ലാനും. നമ്മൾ കാനഡയിലുള്ള മിക്കവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഹോം ബയേഴ്സ് പ്ലാൻ. നമ്മൾ ഒരുപാട് പേര് മിക്കവരും യൂസ് ചെയ്യുന്നതും അത് തന്നെയായിരിക്കും. അതായത് $35,000 വരെ നമുക്ക് RRSP അക്കൗണ്ടിൽ നിന്നും വിത്ത് ഹോൾഡിംഗ് ടാക്സ് കൊടുക്കാതെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളിത് 15 കൊല്ലം കൊണ്ട് അത് തിരിച്ചടയ്ക്കണം, ഗഡുക്കളായിട്ട് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതാണ്. എന്നാണോ പൈസ എടുക്കുന്നത് അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് നമ്മൾക്ക് തിരിച്ചടച്ച് തുടങ്ങാവുന്നതാണ് ഈ പൈസ. സിമ്പിളായിട്ട് RRSPയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ,
നമ്മൾ ഹയർ ടാക്സ് ബ്രാക്കറ്റിലുള്ള സമയത്ത് നമ്മൾ RRSPയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടാക്സ് റീഫണ്ട് നമുക്ക് കിട്ടുന്നു. നമ്മൾ എന്നാണോ റിട്ടയർ ആവുന്നത് ആ ടൈമിൽ നമുക്ക് 0 ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഇൻകം ആയിരിക്കാം. നമ്മൾ റിട്ടയർമെൻറ്റ് ടൈമിൽ നമ്മുടെ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ലോ ടാക്സ് ബ്രാക്കറ്റിലായിരിക്കും. ആ ടൈമിൽ നമ്മൾ RRSPയിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യുന്നു. സോ ആ ടൈമിൽ ലോ ടാക്സ് ബ്രാക്കറ്റിനുള്ള റേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ടാക്സിൻ്റെ ഒരു കൈൻഡ് ഓഫ് സേവിങ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ പണ്ട് ഈ RRSPയിലോട്ട് ഇട്ട പൈസയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്സോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഗ്രോ ആയിട്ടുണ്ടാവും. ഇന്നപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി നോക്കി, ഈ ടാക്സിൻ്റെ കാര്യങ്ങളും പലതരം അക്കൗണ്ട് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് വൺ.